വൃദ്ധാപ്യം കഴിച്ച് ജീവിതത്തിനോട് പടപെട്ടിയ ഒരു കഥ പറയുവാനുണ്ട് മലയോര ജനതയ്ക്ക്. മഴയോടും മലമ്പനിയോടും പോരടിച്ച് മണ്ണിൽ പൊന്നുവിളയിച്ച അതിജീവനത്തിൻ്റെ പോരാട്ടകഥ. പക്ഷേ ഈ വിജയങ്ങളെല്ലാം പട്ടയമെന്ന വിലനു മുൻപിൽ പകച്ചു നിൽക്കുന്നു. പട്ടയമെന്ന കിട്ടാക്കനിക്കായി കൈനീട്ടി അലയുവാൻ കേരളത്തിൽ സർക്കാർ ഓഫീസുകൾ ഒന്നും മിച്ചമില്ലാതെ വന്നതോടെ ഭരണകൂടങ്ങൾക്കെതിരെ ഒരു തുറന്ന സമരത്തിന് മലനാട് നിർബന്ധിതമായി. തുടർച്ചയായ സമരങ്ങളുടെ ഫലമെന്നോണം പാതി വിജയം നേടിയെടുക്കുവാൻ മലയോര ജനതയ്ക്ക് സാധിച്ചു. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രത്തിന് നൂറ്റാണ്ടുള്ള പഴക്കമുണ്ട്. 1822 രാജവിളംബരവും തുടർന്നുണ്ടായ 100-ലേറെ നിയമങ്ങളും ഈ ഭൂമി സംബന്ധിച്ച് നിലനിൽക്കുന്നു. 16-ാം നൂറ്റാണ്ടു മുതൽ ജനവാസമുള്ള മേഖലയാണ് മറയൂരിലെ 5 നാടുകൾ. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പ്രാണരക്ഷാർത്ഥം ഇടുക്കിയിലേക്ക് കുടിയേറിയവരാണ് വട്ടവട നിവാസികൾ. 18-ാം നൂറ്റാണ്ടു മുതൽ തിരുവിതാംകൂർ മഹാരാജാവ് ഏലം കൃഷിക്കായി മാറ്റിവെക്കുകയും കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രദേശങ്ങളാണ് ഉടുമ്പൻചോല ദേവികുളം താലൂക്കുകൾ. 2-ാം ലോക മഹായുദ്ധകാലത്ത് ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരം കാണാൻ സർക്കാർ ആവിഷ്കരിച്ച ഗ്രോമോ ഫുഡ് പദ്ധതി പ്രകാരം മധ്യ തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കർഷകർ ജില്ലയിലെത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം പട്ടം താണുപിള്ളയുടെ ഹൈറേഞ്ച് കോളനൈസേഷൻ പദ്ധതിയുടെ ഭാഗമായും കർഷകർ ഇടുക്കിയിലെത്തി പൊന്നുവിളയിച്ചു. തുടർന്നെത്തി കുടിയിറക്കുകളും നിരവധി കമ്മീഷൻ റിപ്പോർട്ടുകളും. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി 1961 നവംബർ 30 സർക്കാർ ഉത്തരവ് പ്രകാരം നിയമിതനായ രാധാകൃഷ്ണ മേനോൻ കമ്മിറ്റിയാണ് ആദ്യമായി ഇവിടുത്തെ ഭൂമി സംബന്ധമായ വിഷയത്തിൽ സമഗ്രമായ പഠനം നടത്തുന്നത്. 62 ജൂലൈയിൽ സമർപ്പിച്ച കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കുടിയേറ്റ കർഷകരുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം നിർദ്ദേശിച്ചു സർക്കാർ ഉത്തരവുണ്ടായി. എന്നാൽ പതിവ് പോലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമായി ഉത്തരവിൽ മാറ്റം വരികയും ചെയ്തു. തുടർന്ന് ഭൂമി പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് 1965 സെപ്റ്റംബർ 12 മാത്യു മണിയങ്ങാടൻ അധ്യക്ഷനായി സബ് കമ്മിറ്റി രൂപീകരിച്ചു. സങ്കീർണമായ കുടിയേറ്റത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും പഠിച്ച കമ്മിറ്റി 66 ജൂലൈയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 88 സർക്കാർ ഭേദഗതികളോടെ റിപ്പോർട്ട് അംഗീകരിച്ചു. 1/1/1960 വരെയുള്ള കുടിയേറ്റങ്ങളെ മാത്രമാണ് മണിയങ്ങാടൻ കമ്മിറ്റി പരാമർശിച്ചിട്ടുള്ളൂവെങ്കിലും റിപ്പോർട്ട് അംഗീകരിക്കുന്ന സമയത്ത് 1/1/1969 വരെയുള്ള കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കേണ്ട എന്നും തീരുമാനിച്ചു. 1965 ജനുവരി 1 ശേഷവും ചെറിയ തോതിലുള്ള കുടിയേറ്റങ്ങൾ വനഭൂമിയിൽ ഉണ്ടാവുകയും വനം സംരക്ഷിക്കുന്നതിനു കയ്യേറ്റം പൂർണ്ണമായി തടയേണ്ടത് ആവശ്യമാവുകയും ചെയ്ത സാഹചര്യത്തിൽ 77 ജനുവരി 1 മുമ്പുള്ള മുഴുവൻ കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കുന്നതിനുള്ള നയപരമായ തീരുമാനം സർക്കാർ സ്വീകരിച്ചു. കൂടാതെ 77 ജനുവരി 1 മുമ്പുള്ള കുടിയേറ്റങ്ങളെ സംബന്ധിക്കുന്ന നയപരമായ തീരുമാനം പിന്നീട് കൈക്കൊള്ളുന്നതിനും തീരുമാനമുണ്ടായി. എന്നാൽ കർഷകരുടെ ഭൂമിയിലെ സ്ഥിരാവകാശം സംബന്ധിച്ച തീരുമാനം പരിഹാരമില്ലാതെ നീണ്ടുപോവുകയാണ് ചെയ്തത്. തുടർന്ന് 1977 മുമ്പുള്ള മുഴുവൻ കുടിയേറ്റക്കാർക്കും പട്ടയം നൽകണമെന്ന നയം 1992 നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കൃഷിക്കാർക്ക് പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ച 28,588.15 ഹെക്ടർ ഭൂമിയിൽ 25,365.15 ഹെക്ടറും ഇടുക്കിയിലെ മലയോര പ്രദേശത്താണ്. ഇതിൽ 20,365 ഹെക്ടർ സ്ഥലം ഏലമന പ്രദേശത്തിന്റെ കീഴിൽ വരും. ഏലമന പ്രദേശം 1822 മുതൽ ഏലം കൃഷിക്കായി മാറ്റിവെക്കപ്പെട്ടതും തുടർന്നിങ്ങോട്ട് ഒരിക്കൽ പോലും വനഭൂമി ആയിട്ടില്ലാത്തതുമാണ്. 77 മുമ്പുള്ള കുടിയേറ്റക്കാർക്ക് പട്ടയം നൽകുന്നതിനായി 92 സർക്കാർ കൈക്കൊണ്ട നടപടികളെ ചോദ്യം ചെയ്ത് ഒരു പ്രകൃതി സംഘടന ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതോടെയാണ് പ്രശ്നം കൂടുതൽ വഷളായത്. 99 കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് സർക്കാർ നടപടി ശരിവെച്ചു. ഇതിനെതിരെ പരാതിക്കാരായ സംഘടന സുപ്രീം കോടതിയെ സമീപിക്കുകയും നൽകുന്ന പട്ടയങ്ങൾ സുപ്രീം കോടതി വിധിക്ക് വിധേയമായിരിക്കണമെന്ന് ഉത്തരവ് നേടുകയും ചെയ്തു. 2000 മുതൽ സുപ്രീം കോടതിയിൽ നിലനിന്നിരുന്ന ഈ കേസ് തീർപ്പാക്കുന്നതിനും മാറി മാറി വന്ന സർക്കാരുകൾ യാതൊരു നടപടിയും സ്വീകരിച്ചതുമില്ല. തുടർന്ന് പ്രകൃതി സംഘടന ഏലമല പ്രദേശമാകെ സംരക്ഷിത വനമാണെന്നും 1980 വനസംരക്ഷണ നിയമത്തിന് കീഴിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ നിർത്തിവെക്കുകയും ചെയ്തു. മലയോര മക്കളുടെ കണ്ണുനീർ തുടച്ചു നീക്കാൻ അധികാരവർഗങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ 2007 ഹൈറേഞ്ച് സംരക്ഷണ സമിതി രൂപീകൃതമായി. 77 ജനുവരി 1 മുമ്പുള്ള കുടിയേറ്റക്കാരുടെ പട്ടയം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിലനിന്നിരുന്ന കേസിൽ സമിതി കക്ഷി ചേരുകയും കേസ് ഫലപ്രദമായി വാദിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി കുടിയേറ്റ കർഷകർക്ക് പട്ടയം നൽകുന്നതിൽ തെറ്റില്ലെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ വർഷം വിധിക്കുകയുണ്ടായി. ഇക്കോളജിക്കൽ ഫ്രെജിലിറ്റി എന്ന പേരിൽ വനംവകുപ്പ് കർഷകർക്ക് കുടിയേർക്ക് നോട്ടീസ് നൽകി തുടങ്ങിയപ്പോൾ റവന്യൂ വകുപ്പിന്റെ വകയെ ഇക്കോളജി സെൻസിറ്റീവ് ഏരിയ എന്ന പേരിലും ഇരുട്ടടിയുണ്ടായി. 1993 പ്രത്യേക ചട്ടപ്രകാരം കിട്ടിയ പട്ടയങ്ങൾ മാറ്റി വാങ്ങണമെന്നാണ് പുതിയ നിബന്ധന. നിയമപ്രകാരം ഇത് മാറ്റി വാങ്ങേണ്ട ബാധ്യത കർഷകർക്കില്ലെങ്കിലും റവന്യൂ വകുപ്പ് ഇതിന് നിർബന്ധിക്കുന്നത് കർഷക ഭൂമി പിടിച്ചെടുത്ത് ലാൻഡ് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് മാത്രമാണെന്നാണ് പ്രശ്നത്തെ തൊട്ടറിയുന്നവർ പറയുന്നത്. 93 പട്ടയച്ചട്ടപ്രകാരം ലഭിച്ച പട്ടയങ്ങൾ കൈമാറ്റം ചെയ്യരുതെന്ന നിയമത്തിൽ പറയുന്നതാണ് ഇതിന് കാരണം. നിയമം വ്യക്തമല്ലാത്ത കുടിയേറ്റ കർഷകരിൽ ഭൂരിഭാഗവും ഇതിനകം തന്നെ ഭൂമി കൈമാറ്റം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞു. 1968 മുമ്പ് കൃഷിക്കാർക്ക് പതിച്ചു നൽകുന്നതിനായി റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിക്ക് 64 ഭൂപതിവ് ചട്ടങ്ങൾക്ക് കീഴിൽ പട്ടയം നൽകണമെന്നും
77 ജനുവരി 1 മുമ്പ് കുടിയേറിയ എല്ലാ കർഷകർക്കും ഉപാധികളില്ലാത്ത പട്ടയം നൽകണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. ജില്ലാ ഭരണകൂട ഉപരോധം സംസ്ഥാന സർക്കാരിന് കണ്ണിൽ നിന്ന് അടിക്കുവാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും 6 മാസത്തിനുള്ളിൽ ജില്ലയിലെ അർഹതപ്പെട്ട മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുമെന്നും പ്രഖ്യാപനമുണ്ടായി. പ്രഖ്യാപനം പാലിക്കപ്പെട്ടാൽ മലയോര മേഖലയിലെ ഏകദേശം 52,000 കർഷക കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. 26/12/1949, 16/6/1951, 16/8/1952, 22/6/1954, 7/6/1968 എന്നീ തീയതികളിൽ വിവിധ സർക്കാർ ഉത്തരവുകൾ പ്രകാരം റവന്യൂ വകുപ്പിനെ കൃഷിക്കാർക്ക് പതിച്ചു നൽകുന്നതിന് ഏൽപ്പിച്ച 1,94,000 ഹെക്ടർ ഭൂമിയിൽ ഇനിയും പട്ടയം നൽകാനുള്ള ഭൂമി ഇതിൽപ്പെടും. 1/1/77 മുൻപ് കൈവശം ഇരിക്കുന്ന മുഴുവൻ കർഷകർക്കും 64 ഭൂപതിവ് ചട്ടങ്ങൾക്ക് കീഴിൽ പട്ടയം നൽകാമെന്ന വ്യക്തമായ രേഖ നിലവിലുള്ളതാണ്. റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനാ ലിസ്റ്റിൽപ്പെട്ടതും വനഭൂമിയോട് ചേർന്ന് കിടക്കുന്നതും ഏലം കൃഷി ഉപേക്ഷിച്ച് മറ്റു കൃഷി ചെയ്തു വരുന്നതുമായ ഏലമല പ്രദേശങ്ങളിലെ ഭൂമികൾക്ക് 91 വനഭൂമി ക്രമീകരിക്കൽ പ്രത്യേക ചട്ടങ്ങൾ അനുസരിച്ചും പട്ടയം നൽകാം. 25,365.15 ഹെക്ടറാണ് ഇത്തരത്തിലുള്ള ഭൂമി. ഈ 2 ചട്ടങ്ങൾക്ക് കീഴിൽ പട്ടയം നൽകാവുന്ന ഭൂമിക്ക് വ്യക്തത വരുത്തി പട്ടയം നൽകിയില്ലെങ്കിൽ നടപടികൾ വീണ്ടും സങ്കീർണമാകുന്നതിനാണ് സാധ്യത. 64 ചട്ടങ്ങൾക്ക് കീഴിൽ പട്ടയം ലഭിച്ച ഭൂമിയുടെ 4 അതിരുകൾക്കുള്ളിൽ ഇനിയും പട്ടയം കിട്ടാനുള്ള ഭൂമിക്ക് 95 പ്രത്യേക ചട്ടങ്ങൾക്ക് കീഴിൽ പട്ടയം നൽകുന്നതിന് സമമാണിത്. 6 മാസത്തിനകം അർഹതപ്പെട്ടവർക്ക് മുഴുവൻ പട്ടയം നൽകുമെന്ന തീരുമാനം നടപ്പിലായ ഹൈറേഞ്ചിലെ ഭൂപ്രശ്നങ്ങൾ ഒട്ടുമിക്കവാറും കെട്ടടങ്ങും. പക്ഷേ ഇപ്പോൾ തന്നെ മാസം 1 കഴിഞ്ഞിരിക്കുന്നു. ജില്ലയിലെ റീസർവേ നടപടികൾ മുളയിലെ തന്നെ നിലച്ച സാഹചര്യത്തിൽ ഇത് എങ്ങനെ നടക്കുമെന്ന ചോദ്യവുമുണ്ട്.